പാടുള്ള ടോപ്പിക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. ഏതൊക്കെയാ? ഭരണഘടന, എക്കണോമിക്സ്. ചുവന്ന ഗ്രഹം ചൊവ്വയാണ്. പച്ചഗ്രഹം ഏതാ? പച്ചഗ്രഹം ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലെ ഇരവികുളം ദേശീയ പാർക്കിനകത്താണ് ആരുള്ളത്? ആചാര്യ എന്ന വിശേഷണവും ഇദ്ദേഹത്തിന്. ആചാര്യ എന്നറിയപ്പെടുന്നു. പൗനാറിലെ സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ല ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കാസർഗോഡ് ജില്ലയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. അപ്പോൾ നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നമ്മൾ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഒത്തിരി പഠിച്ചു കഴിഞ്ഞു അല്ലേ? അത് കുറേശ്ശെ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് വരുന്നത് അതൊരു പ്രയോജനപ്പെടട്ടെ എന്ന് വെച്ചാണ്. ഏതെങ്കിലുമൊക്കെ എടുത്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴോ, അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വണ്ടിയിൽ പോകുമ്പോഴോ, സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കുമ്പോഴോ, അല്ലെങ്കിൽ റൂമിൽ തന്നെ ഇരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴോ ഒരു ഇച്ചിരി നേരം ഒന്ന് റിവിഷൻ നടത്താൻ വേണ്ടിയാണ് ഞാൻ പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു റാങ്ക് മേക്കിംഗ് സീരീസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അത് നല്ല രീതിയിൽ പഠിക്കുക, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് റിവിഷൻ കൊണ്ടുവരിക. മാക്സിമം പരീക്ഷകൾ അടുക്കും തോറും വെപ്രാളപ്പെടരുത്. അതിനു മുമ്പേ പഠിച്ച് ഒതുക്കാനുള്ളതൊക്കെ നേരത്തെ ഒതുക്കി വെക്കുക. പാടുള്ള ടോപ്പിക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. ഏതൊക്കെയാ? ഭരണഘടന, എക്കണോമിക്സ്, അല്ലെങ്കിൽ കേരളം ഭരണപരിഷ്കാരം, സുപ്രധാന നിയമങ്ങൾ, സയൻസ്, ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ നിങ്ങൾക്ക് അതിലേക്ക് ഒരു അത്രമാത്രം അങ്ങ് ഇഷ്ടപ്പെട്ട് പഠിക്കും. റിവിഷൻ നടത്തുക. മാക്സിമം ഓരോന്ന് പഠിച്ചിട്ട് ഇടവിട്ട് റിവിഷൻ നടത്താൻ ഒരു കറക്റ്റ് ഒരു ടൈം ടേബിൾ തന്നെ വെക്കണം കേട്ടോ. ശനിയാണോ ഞായറാഴ്ചയാണേലും റിവിഷൻ നടത്താൻ ഒരു കൃത്യമായിട്ട് ഒരു ടൈം ടേബിളിൽ തന്നെ പോവുകയാണെങ്കിൽ വേറെ ഒരു ടെൻഷനും പഠിക്കേണ്ട. ഓരോ ദിവസവും ഏതിനാണ് മറന്നു പോകുന്ന ടോപ്പിക്ക് എന്ന രീതിയിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇന്ന ദിവസം ഞാൻ അത് മറന്നു പോകുന്ന ടോപ്പിക്കാണ്, കൂടുതൽ പ്രാധാന്യം കൊടുക്കട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആയിരിക്കത്തില്ല വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അത് താരതമ്യം ചെയ്യരുത്. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഫാൾട്ട് പറ്റുന്നത്, ഒരു OMR ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്നത് എവിടെ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത്ര ഭാഗങ്ങൾ ക്ലിയർ ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ. മറ്റുള്ളവരെ നോക്കരുത്. ഓരോ ദിവസവും നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾ ചിന്തിച്ച് OMR മാർക്ക് കയറി വരുന്നുണ്ടോ, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ, അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ ബേസിക് കാര്യങ്ങളും അറിയണം. എപ്പോഴും അങ്ങ് വലുത് മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ബേസിക് കാര്യങ്ങളും കൂടെ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക. ഓക്കെ, ഇന്ന് ചെറിയ കുറച്ച് ക്വസ്റ്റ്യനുകളാണ് ഞാൻ റാങ്ക് മേക്കിംഗ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ സൗരയൂഥത്തിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? സൗരയൂഥത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചൊവ്വയിലെ ഒളിമ്പസ് മോൺസ് കൊടുമുടിയാണ് അല്ലെ? സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ ചൊവ്വയിലെ ഒളിമ്പസ് മോൺസ് കൊടുമുടിയാണ് സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. മറന്നുപോരുത്. ചുവന്ന ഗ്രഹം എന്ന് വിളിക്കുന്നത് ചൊവ്വയല്ലേ? ചുവന്ന ഗ്രഹം ചൊവ്വയാണ്. പച്ചഗ്രഹം ഏതാ? പച്ചഗ്രഹം യുറാനസ് ആണ്. ചുവന്ന ഗ്രഹം ചൊവ്വ, പച്ചഗ്രഹം യുറാനസ്, നീലഗ്രഹം ഭൂമി അല്ലെ? നീലഗ്രഹം ഏതാ? ഭൂമിയാണ്. ഏറ്റവും വലിയ ഗ്രഹം ഏതാ? ഏറ്റവും വലുത് വ്യാഴം, ഏറ്റവും ചെറുതേതാ? ബുധനാണ്. ഏറ്റവും വലുത് വ്യാഴം, ഏറ്റവും ചെറുതേതാ? ബുധൻ. ഈ ബുധനും ശുക്രനും ഉണ്ടല്ലോ, ആദ്യത്തെ രണ്ടെണ്ണം, ഇവർക്ക് രണ്ടുപേർക്കും ഉപഗ്രഹങ്ങളില്ല. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ബുധനും ശുക്രനുമാണ് നമ്മൾ പറയേണ്ടത്. ഏറ്റവും ചെറുതും ബുധനാണ്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതെന്ന് ചോദിച്ചാലും ബുധനും ശുക്രനുമാണ്. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം, അതുപോലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം എന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ ശുക്രനെയാണ്. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രമെന്നും തിളക്കമുള്ള ഗ്രഹമെന്നും സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ച് കിഴക്ക് അസ്തമിക്കുന്ന ഗ്രഹം ഏതെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഏതാ? ശുക്രനാണ്. ഓക്കെ, ഈ ഭൂമിയുടെ ഉപഗ്രഹം ഏതാ? ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രനാണ്. ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രനാണെന്നറിയാം. ചന്ദ്രന് ഉപഗ്രഹങ്ങളിൽ വെച്ച് 5ാം സ്ഥാനമാണ് കേട്ടോ. ചന്ദ്രനിൽ ഉപഗ്രഹങ്ങളുടെ സ്ഥാനത്തിൽ വെച്ച് എത്രാം സ്ഥാനം? 5ാം സ്ഥാനം. ഏറ്റവും വലുത് ഏതാ? ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡാണ് കേട്ടോ. വ്യാഴത്തിന്റെ ഉപഗ്രഹം. ഗ്രഹം വേറെ, ഉപഗ്രഹം വേറെ. ഏറ്റവും വലിയ ഗ്രഹം എന്ന് ചോദിച്ചാൽ വ്യാഴമാണ്. അപ്പൊ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഗാനിമീഡ്, വ്യാഴത്തിന്റെ ഗാനിമീഡ്. ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ശനിയുടെ ടൈറ്റൻ ആണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം. അപ്പൊ ചുവന്ന ഗ്രഹം ഏതാണ്? ചുവന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ചൊവ്വയാണ് നമ്മൾ പറയേണ്ടത്. ഓർത്ത് വെച്ചിരിക്കണേ. ഓക്കെ, പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ ഏറ്റവും തണുപ്പ് കൂടിയ ഗ്രഹം അറ്റത്തെ ഗ്രഹം നെപ്റ്റ്യൂൺ. ഏറ്റവും തണുപ്പ് കൂടിയ ഗ്രഹം ഏതാ? നെപ്റ്റ്യൂൺ ആണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഏറ്റവും ചൂടുള്ള ഗ്രഹം എന്നൊക്കെ ചോദിച്ചാൽ ശുക്രനാണ് നമ്മൾ പറയേണ്ടത്. മറന്നുപോരുത്. അതെത്ര വെക്കുക. ഇനി സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഒളിമ്പസ് മോൺസ് പറഞ്ഞപ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? എവറസ്റ്റ് ആണ്. നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഉത്തരാർദ്ധ ഗോളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ്. നേപ്പാളിൽ അറിയപ്പെടുന്ന പേരെന്താ?
സാഗർമാത അല്ലെ, സാഗർമാത എന്നാണ് എവറസ്റ്റ് നേപ്പാളിൽ അറിയപ്പെടുന്ന പേരെന്തെന്ന് വെച്ച്. ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അഖ്വാൻ ഗാഗയാണ്. അഖ്വാൻ ഗാഗ എന്ന് പറയുന്നതാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അപ്പൊ ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എവറസ്റ്റ്, ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അഖ്വാൻ ഗാഗയാണ്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ഏതാണെന്നറിയാമോ? സമുദ്രത്തിന്റെ അടിത്തട്ടിനെ കണക്കാക്കി നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മനാക്കിയ എന്ന് പറയുന്ന കൊടുമുടിയാണ് കേട്ടോ. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തുടങ്ങുന്നതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മനാക്കിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി, പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്താഗാഡ. ഇതെല്ലാവരും പഠിച്ചിട്ടുള്ളേ അല്ലെ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി, പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ ഏതാണ്? ജിന്താഗാഡ. എവിടെയാണ് ജിന്താഗാഡ? ആന്ധ്രാപ്രദേശിലാണ്. ആനമുടി എവിടെയാണ്? ആനമുടി നമ്മുടെ ഇരവികുളം ദേശീയ പാർക്കിലാണ് അല്ലെ. ഇരവികുളം ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ആനമുടി എന്ന് പറയുന്നത്. അതായത് ദേവികുളം താലൂക്ക്, മൂന്നാർ പഞ്ചായത്ത്, ഇങ്ങനല്ലേ നമ്മൾ പഠിക്കുന്നത്. ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലെ ഇരവികുളം ദേശീയ പാർക്കിനകത്താണ് ആരുള്ളത്? ആനമുടി ഉള്ളത്. പശ്ചിമഘട്ടത്തിലാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി, പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്താഗാഡ, ആന്ധ്രാപ്രദേശാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 3 വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ ചേർന്ന് തുടങ്ങിയ സത്യാഗ്രഹം ഇത് നമ്മളിപ്പോ കേട്ടിട്ടുണ്ട് അല്ലെ. അതായത് പുലയർ ജാതിയായ കുഞ്ഞാപ്പി, നായർ ജാതിയായ ഗോവിന്ദപ്പണിക്കർ, ഈഴവ ജാതിയായ ബാഹുലയൻ. കുഞ്ഞാപ്പി, ഗോവിന്ദപ്പണിക്കർ, ബാഹുലയൻ എന്നിവരാൽ തുടങ്ങിയ സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. ഡേറ്റ് തെറ്റിപ്പോരുത്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത്. കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദപ്പണിക്കർ എന്നിവരാൽ തുടങ്ങിയത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? നേതാവ് ചോദിച്ചാൽ ടി.കെ. മാധവനാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? ടി.കെ. മാധവൻ. അതായത് വൈക്കം സത്യാഗ്രഹത്തിന്റെയും അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെയും പ്രയുക്താവ് എന്ന് വിളിക്കുന്നത് ടി.കെ. മാധവനെയാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെയും ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെയും പ്രയുക്താവ് ആരാണ്? ടി.കെ. മാധവൻ. ഇദ്ദേഹമല്ലേ ഈ ടി.കെ. മാധവനാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹം നടത്താൻ വേണ്ടി INC-യിൽ പോയി പ്രമേയം അവതരിപ്പിച്ചായിരുന്നു. INC-യുടെ കോൺഗ്രസ് സമ്മേളനം ഉണ്ടല്ലോ. INC-യുടെ കോൺഗ്രസ് സമ്മേളനത്തിൽ 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ മൗലാന മുഹമ്മദ് അലി ആ സമയത്ത് INC-യുടെ പ്രസിഡന്റ്. ആ സമയത്ത് ഈ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ഒരു മലയാളിയാണ്. ആരാ? ടി.കെ. മാധവനാണ്. മറന്നുപോരുതേ. അപ്പൊ INC-യുടെ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? വൈക്കം സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1923 കാക്കിനാട സമ്മേളനം. ആരായിരുന്നു ആ സമയത്ത് INC-യുടെ പ്രസിഡന്റ്? INC-യുടെ പ്രസിഡന്റ് ചോദിച്ചാൽ മൗലാന മുഹമ്മദ് അലിയും. INC പ്രമേയം അവതരിപ്പിച്ചത് ടി.കെ. മാധവനാണ്. പ്രമേയം അവതരിപ്പിച്ചത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ സത്യാഗ്രഹ ക്യാമ്പ് നിരീക്ഷിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യാഗ്രഹ ക്യാമ്പ് നിരീക്ഷിച്ച വ്യക്തി വിനോബ ഭാവെയാണ്. അതായത് ഗാന്ധിജിയുടെ നിർദ്ദേശാനുസരണം വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ചത് ആരായിരുന്നു? വിനോബ ഭാവെയാണ് അല്ലെ. വിനോബ ഭാവെയല്ലേ ഭൂദാന പ്രസ്ഥാനം സ്ഥാപിച്ചത്? 1951 ഭൂദാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ആരാ? വിനോബ ഭാവെ. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് ഭൂദാന പ്രസ്ഥാനം. ആന്ധ്രാപ്രദേശിലെ പോച്ചാമ്പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് ഭൂദാന പ്രസ്ഥാനം. ഭൂദാന പ്രസ്ഥാനം വന്ന വർഷം 51 അതുപോലെ വിനോബ ഭാവയെ നമ്മൾ അറിയപ്പെടുന്നത് പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് വിനോബ ഭാവെയല്ലേ. ആചാര്യ എന്ന വിശേഷണവും ഇദ്ദേഹത്തിന്. ആചാര്യ എന്നറിയപ്പെടുന്നു. പൗനാറിലെ സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വിനോബ ഭാവെയാണ്. അതുപോലെ 1940 ഗാന്ധിജി ആദ്യമായിട്ട് വ്യക്തി സത്യാഗ്രഹത്തിന് ഇരുത്തിയ വ്യക്തിയും വിനോബ ഭാവെ അല്ലെ. 1940 ഗാന്ധിജി ആദ്യമായിട്ട് വ്യക്തി സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഈ വ്യക്തി സത്യാഗ്രഹത്തിൽ ആദ്യമായിട്ട് ഇരുത്തിയ വ്യക്തിയുടെ പേര് ചോദിച്ചാലും വിനോബ ഭാവെയാണ് പറയേണ്ടത്. ഏത് വർഷമാണ്? 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. വിനോബ ഭാവെ മറന്നുപോരുത്. അതുപോലെ ഈ അടിയന്തരാവസ്ഥയെ യുഗപ്പിറവി എന്ന് വിളിക്കുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. യുഗപ്പിറവി എന്ന വിശേഷണം കൊടുത്തത് വിനോബ ഭാവെയാണ്. അപ്പം ഭൂദാന പ്രസ്ഥാനം സ്ഥാപിച്ചത് വിനോബ ഭാവെ. ഭൂദാന പ്രസ്ഥാനം മറന്നുപോരുത്. 51 പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാക്സേസ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. മാക്സേസ് അവാർഡ് 1958 ഏർപ്പെടുത്തി അല്ലെ. 58 ഏർപ്പെടുത്തിയ മാക്സേസ് അവാർഡ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ വിനോബ ഭാവെയാണ് അല്ലെ. മാക്സേസ് അവാർഡ് എന്ന് പറഞ്ഞാൽ ഏഷ്യയുടെ നോബൽ സമ്മാനമാണ്. ഏഷ്യയുടെ നോബൽ സമ്മാനം എന്ന് വിളിക്കുന്നത് എന്തിനാണ്? മാക്സേസെ അവാർഡാണ് അല്ലെ. 6 വിഷയങ്ങൾക്ക് ഫിലിപ്പൈൻ സർക്കാർ രമൺ മാക്സേസയുടെ ഓർമ്മയ്ക്കായിട്ട്
രമൺ മാഗ്സേസയുടെ ഓർമ്മയ്ക്കായിട്ട് ഫിലിപ്പൈൻ സർക്കാരാണ് ഏത് കൊടുക്കുന്നത്, മാഗ്സേസെ പുരസ്കാരം കൊടുക്കുന്നത്. മാഗ്സേസെ പുരസ്കാരം കൊടുക്കുന്നത് ഏത് രാജ്യക്കാരുടെ? ഫിലിപ്പൈൻസ് ആണ്. ഏഷ്യയുടെ നോബൽ സമ്മാനം എന്ന് വിളിക്കുന്നു. എത്ര വിഷയങ്ങൾക്കാണ് കൊടുക്കുന്നത്? 6 വിഷയങ്ങൾക്കാണ് മാഗ്സേസെ പുരസ്കാരം കൊടുക്കുന്നത്. അതുപോലെ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇന്ത്യയുടെ നോബൽ സമ്മാനം ഏതാണെന്നറിയാമോ? ഇന്ത്യയുടെ നോബൽ സമ്മാനം ഫട്നഗർ പുരസ്കാരം. ഇന്ത്യയുടെ നോബൽ സമ്മാനം ഏതാണ്? ഫട്നഗർ പുരസ്കാരമാണ്. ശാസ്ത്ര മേഖലകൾക്കാണ് അത് കൊടുക്കുന്നത്. കേരളത്തിന്റെ നോബൽ സമ്മാനം കൈരളി അവാർഡാണ്. കേരളത്തിന്റെ നോബൽ സമ്മാനം ഏതാണ്? കൈരളി അവാർഡ്. ഇന്ത്യയുടെ നോബൽ സമ്മാനം എന്ന് വിളിക്കുന്നത് ഫട്നഗർ പുരസ്കാരം. കേരളത്തിന്റെ നോബൽ സമ്മാനം എന്ന് വിളിക്കുന്നത് ഏതാ? കൈരളി അവാർഡ്. ഗവേഷണ മേഖലയ്ക്കാണ് അത് കൊടുക്കുന്നത്. ഫട്നഗർ പുരസ്കാരം മറന്നുപോരുത്, ശാസ്ത്ര മേഖലയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പൊ നോബൽ സമ്മാനങ്ങൾ എത്ര വിഷയങ്ങൾക്കാണ് കൊടുക്കുന്നത്? 6 വിഷയങ്ങൾക്ക്. നോബൽ സമ്മാനം ഏത് വർഷമാണ് കൊടുത്തു തുടങ്ങിയത്? 1901 എക്സ്റേ കണ്ടുപിടിച്ചതിനാണ് ആദ്യ നോബൽ സമ്മാനം. റോങ്ചന് അല്ലെ നോബൽ സമ്മാനം ആദ്യമായിട്ട് കൊടുത്തത് ഫിസിക്സിനാണ്. എക്സ്റേ കണ്ടുപിടിച്ചതിന് റോങ്ചൻ ആണ്. നമ്മുടെ ഏഷ്യയിലേക്ക് ആദ്യമായി നോബൽ സമ്മാനം സാഹിത്യത്തിന് വരുന്നത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന് 1913 ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ഏഷ്യയിൽ സാഹിത്യത്തിന് ആദ്യമായിട്ട് നോബൽ സമ്മാനം വരുന്നത്. നോബൽ ദിനം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? നോബൽ ദിനം ഡിസംബർ 10. ഡിസംബർ 10 നേരത്തെ നമ്മൾ വേറെണ്ണം പഠിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ ദിനം എന്നു ചോദിച്ചാലും ഡിസംബർ 10 ആണ്. നോബൽ പ്രൈസ് ദിനം എന്നു ചോദിച്ചാലും ഡിസംബർ 10 ആണ്. അപ്പൊ നോബൽ ദിനവും മനുഷ്യാവകാശ ദിനവും എന്നാണ് ഡിസംബർ 10 നമ്മൾ പറയേണ്ടത്. നോബൽ സമ്മാനം കൊടുക്കുന്നത് ഏത് രാജ്യമാണ്? സ്വീഡൻ അല്ലെ. 5 വിഷയങ്ങൾക്ക് നോബൽ സമ്മാനം കൊടുക്കുന്നത് സ്വീഡൻ ആണ്. ഒരു വിഷയത്തിന് നോബൽ സമ്മാനം കൊടുക്കുന്നത് ആരാന്നറിയാമോ? ഒരു വിഷയത്തിന് നോബൽ സമ്മാനം കൊടുക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നമ്മുടെ നോർവേക്കാരാണ്. സമാധാനത്തിന്റെ നോബൽ സമ്മാനമാണ് നോർവേക്കാര് കൊടുക്കുന്നത്. ബാക്കി 5 എണ്ണവും ആരാണ് കൊടുക്കുന്നത്? സ്വീഡൻകാരാണ്. ഓക്കെ. നോബൽ അക്കാദമിയൊക്കെ സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക് ഹോമിലുണ്ട്. നോബൽ മ്യൂസിയവും ഇതൊക്കെ സ്റ്റോക്ക് ഹോമിൽ, സ്വീഡന്റെ തലസ്ഥാനമല്ലേ സ്റ്റോക്ക് ഹോം എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ വിനോബ ഭാവയെ കുറിച്ചാണ് പറഞ്ഞത്. മാഗ്സേസെ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാരാ? ആദ്യത്തെ ഇന്ത്യക്കാരൻ വിനോബ ഭാവയാണ്. മാഗ്സേസെ അവാർഡ് ഏത് രാജ്യക്കാരാണ് കൊടുക്കുന്നത്? ഫിലിപ്പൈൻ സർക്കാരാണ് കൊടുക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അങ്ങനെ വൈക്കം സത്യാഗ്രഹത്തിലെ തുടർന്നല്ലേ സവർണ ജാഥ നയിച്ചത്? ആരായിരുന്നു സവർണ ജാഥ നയിച്ചത്? മന്നത്ത് പത്മനാഭൻ. 1924 നവംബർ 1, ഡേറ്റ് തെറ്റരുത്, 24 നവംബർ 1 വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് നയിച്ച്. വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലയളവ് എത്ര ദിവസമായിരുന്നു എന്നറിയാമോ? 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹ കാലയളവ് ചോദിച്ചാൽ. ഇത് തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മി ഭായിയുമായിരുന്നു. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ ആരായിരുന്നത്? സേതു ലക്ഷ്മി ഭായിയുമാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ആരെന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനല്ലേ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ, അതുപോലെ ഭാരത കേസരി എന്നൊക്കെ അറിയപ്പെടുന്നത്. അതൊക്കെ NSS സ്ഥാപിച്ചത് 1914 അല്ലെ. NSS സ്ഥാപിച്ചത് 1914. അതുപോലെ വിമോചന സമരം നടന്നായിരുന്നല്ലോ 1959 വിമോചന സമരം നടന്നില്ലേ? അതിന്റെ നേതാവ് മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരത്തെ തുടർന്നും മന്നത്ത് പത്മനാഭൻ ഒരു ജാഥ നയിച്ചിട്ടുണ്ട്. ജീവശിഖ ജാഥ എന്ന് വിളിക്കുന്നു. ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരങ്ങ് പഠിച്ചു വെച്ചേരെ. എന്റെ ജീവിത സ്മരണകൾ. എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരാണ് എന്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്നത്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്റെ ജീവിത സ്മരണകൾ. ചിലവർ എന്റെ ബാല്യകാല സ്മരണകൾ, അത് സി അച്യുതമേനോന്റെ ആത്മകഥയുടെ പേരാണ് എന്റെ ബാല്യകാല സ്മരണകൾ. എന്റെ ജീവിത സ്മരണകളാണ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ തുടങ്ങുമ്പോൾ ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മി ഭായിയുമാണ്. ഇനി കേരളത്തിലെ ആദ്യ ജൈവ ജില്ല എന്ന വിശേഷണം ആർക്കാണെന്നറിയാമോ? കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല കാസർഗോഡ് ജില്ലയ്ക്കാണ് അല്ലെ. സ്വന്തമായിട്ട് ഇപ്പം ഔദ്യോഗികമായിട്ട് ഒരു പക്ഷി, മരം എല്ലാം വന്നു അല്ലെ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ല ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കാസർഗോഡ് ജില്ലയാണ്. ബേക്കൽ കോട്ട, ഏറ്റവും വലിയ കോട്ട കാസർഗോഡ് ജില്ലയിലല്ലേ ബേക്കൽ കോട്ട. ശിവപ്പ നായികെ. ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത് ശിവപ്പ നായികയാണ്. അത് കാസർഗോഡ് ജില്ലയിലാണ്. ഏക തടാക നഗരം, ഒരു കായൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അനന്തപുരം ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലാണ് അല്ലെ. കാസർഗോഡ് ജില്ലയിലല്ലേ യക്ഷഗാനം പ്രചാരത്തിലുള്ളത്. യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ല. കേരളത്തിലെ ഏറ്റവും അവസാനമായി വന്നതും കാസർഗോഡ് ജില്ലയിലെ 1984 മെയ് മാസത്തിൽ കേരളത്തിലെ ഏറ്റവും അവസാനമായി വന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ല. നദികളുടെ നാടെന്നും ദൈവങ്ങളുടെ നാടെന്നൊക്കെ അറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ്. തെയ്യങ്ങളുടെ നാട് കണ്ണൂർ ജില്ലയാണ് നമ്മൾ പറയുന്നത് അല്ലെ. തെയ്യങ്ങളുടെ നാട് ഏതെന്ന് ചോദിച്ചാൽ കണ്ണൂർ. അപ്പൊ
കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും വലിയ കോട്ടയുള്ളത്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ഓക്കെ, അടുത്തത് ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയും കാസർഗോഡാണ് കേട്ടോ. സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല. ആദ്യ ജൈവ വൈവിധ്യ ജില്ല പുറത്തിറക്കിയത്, ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയത് വയനാടുകാരാണ്. ആദ്യ ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയത് വയനാടാണ്. ആദ്യ ഭൂരഹിതരില്ലാത്ത ജില്ല കണ്ണൂരുകാരാണ്. അപ്പൊ ആദ്യ ജൈവ ജില്ല ചോദിച്ചാൽ കാസർഗോഡ്, സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ചോദിച്ചാൽ കാസർഗോഡ്. ആദ്യ ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയത് വയനാട്. ആദ്യ ഭൂരഹിതരില്ലാത്ത ജില്ല ഏതാണ്? കണ്ണൂരാണ് നമ്മൾ പറയേണ്ടത്. ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ചോദിച്ചാൽ നിങ്ങൾ പാലക്കാടാണ് പറയേണ്ടത്. ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യങ്ങളും പാലക്കാടാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യങ്ങളുള്ള ജില്ല ചോദിച്ചാലും പാലക്കാടാണ്. ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇടുക്കിക്ക്. അപ്പൊ ജലസേചന പദ്ധതികൾ ഏറ്റവും കൂടുതൽ പാലക്കാടിനും, ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഇടുക്കി. നദി ചോദിച്ചാൽ എങ്ങനെയാ പറയുന്നത്? ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ പെരിയാർ നദിക്ക്, ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഭാരതപ്പുഴ നദിക്ക് നമ്മൾ പഠിക്കുന്നത്. കേരളത്തിൽ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യരാണ്. ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് വിളിക്കുന്നത് മഞ്ജു വാര്യര്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള എന്ന് ചോദിച്ചാൽ നാളികേരം, കിഴങ്ങുവിള എന്ന് ചോദിച്ചാൽ മരച്ചീനി, ഭക്ഷ്യവിള ചോദിച്ചാൽ നെല്ലാണ് പറയേണ്ടത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള ചോദിച്ചാൽ ഏതാണ്? നാളികേരമാണ് പറയേണ്ടത്. കിഴങ്ങുവിള മരച്ചീനി, ഭക്ഷ്യവിള നെല്ലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന. കേരളത്തിൽ എന്ന് ചോദിച്ചാൽ കേട്ടോ, അതൊന്ന് തെറ്റാതെ പഠിക്കണേ. ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യരാണ്. അടുത്തൊക്കെ ഉയർന്ന സ്ഥലങ്ങളിലേക്കുള്ള പർവ്വതാരോഹണത്തിന് പോകുന്നവര് ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോകാറുണ്ട്. ശരിയാണല്ലോ. എന്താണ് കാരണം എന്ന് ചോദിക്കാറില്ലേ ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോകുന്നതിന്? അതായത് ഉയരങ്ങളിലേക്ക് പോകുന്തോറും വായുവിന്റെ അളവ് അവിടെ കുറവായിരിക്കും. അപ്പൊ വായുമർദ്ദം കുറയുമ്പോൾ ശ്വാസതടസ്സം ഉണ്ടാകും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോകുന്നത്. അപ്പൊ ഉയരങ്ങളിലേക്ക് പോകുന്തോറും വായുവിന്റെ അളവ് കുറയുന്നത് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? വായുമർദ്ദം കുറവാണ്. അപ്പൊ അന്തരീക്ഷമർദ്ദം അവിടെ കുറവാണ്. അതുകൊണ്ട് ശ്വാസതടസ്സം ഉണ്ടാകുന്നത്. നമ്മൾ അല്ലാതെ കേട്ടിട്ടുണ്ട്, പർവ്വതാരോഹകർക്ക് മുകളിലേക്ക് കയറുമ്പോൾ മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്നു എന്ന് പറയല്ലേ. അവിടെയും എന്താണ്? വായുമർദ്ദം അഥവാ അന്തരീക്ഷമർദ്ദം അവിടെ കുറവാണ്. അതുകൊണ്ടാണ് മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നു, ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോകുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊന്ന് ഓർത്ത് വെച്ചു. അല്ലെങ്കിൽ പിന്നെ ഈ പ്രഷർ കുക്കർ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലേ അല്ലെ പർവ്വതാരോഹകർ. അത് ഓർത്ത് വെക്കുക. അവിടെ അന്തരീക്ഷമർദ്ദം എന്താണ്? അന്തരീക്ഷമർദ്ദം കുറവാണ്. അപ്പൊ പർവ്വതാരോഹകർക്ക് മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്നതിന് കാരണം അവിടെ അന്തരീക്ഷമർദ്ദം കുറവാണ്. ഓക്കെ, ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോകുന്നതിനും കാരണം എന്താ? അവിടെ അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ താപം ഉണ്ടാകണം, ഒരു പ്രദേശത്തിന്റെ ഉയരം, ആർദ്രത. ഈ 3 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഏതൊക്കെയാ? താപം, പ്രദേശത്തിന്റെ ഉയരം, ആർദ്രത. താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയും, താപം കുറയുമ്പോൾ അന്തരീക്ഷമർദ്ദം കൂടത്തേ ഉള്ളൂ കേട്ടോ. താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയും, താപം കുറയുമ്പോൾ അന്തരീക്ഷമർദ്ദം നമുക്ക് മേളിലോട്ട് പോകുമ്പോൾ താപം കൂടത്തല്ലേ ഉള്ളൂ. അപ്പൊ അത് ഒരു പോയിന്റ് ആയിട്ട് പഠിച്ചേക്കണം. പിന്നെ ഒരു മെയിൻ പോയിന്റ് കണ്ടിട്ടുണ്ടോ? സമുദ്രനിരപ്പിൽ നിന്നും ഒരു പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതനുസരിച്ച് നമുക്കിപ്പോ പഠിച്ചു അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരും. അതെങ്ങനെയാണ് എന്ന് ചിലപ്പം സ്കൂൾ ടെസ്റ്റിൽ കിടപ്പുണ്ട്. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 മില്ലി ബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത് കേട്ടോ. അപ്പം സമുദ്രനിരപ്പിൽ നിന്ന് ഒരു പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നു. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 മില്ലി ബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? സുവർണ ത്രികോണം, ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്ന് വിളിക്കുന്നത് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21. 14 ആണെങ്കിൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ, 19 ആണെങ്കിൽ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ, 21 ആണെങ്കിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്. ആർട്ടിക്കിൾ 14, 19, 21. അപ്പൊ ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ, ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച്, ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഓർത്തു വെച്ചിരിക്കണേ. അത് ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്ന് വിളിക്കുന്നു. ഇനി ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുടെ നട്ടെൽ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 19 ആണ്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് വിളിക്കുന്നത് ആർട്ടിക്കിൾ 21 ആണ്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് വിളിച്ചത് ആർട്ടിക്കിൾ 32 ആണ് അല്ലെ. 32 അല്ലെ. BR അംബേദ്കർ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചതും ആർട്ടിക്കിൾ 32 അല്ലേ. എന്താണ് ആർട്ടിക്കിൾ 32? ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. അപ്പൊ BR അംബേദ്കർ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചു. അപ്പൊ ആർട്ടിക്കിൾ 14 ഏതാ? ആർട്ടിക്കിൾ 14
14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ. ആർട്ടിക്കിൾ 15 ഏതായിരുന്നു? ജാതി, മതം, ലിംഗം, വർണ്ണം ഇതിന്റെ പേരിൽ ആരെയും വേർതിരിക്കരുതെന്ന് പറഞ്ഞത് ആർട്ടിക്കിൾ 15 ആണ് അല്ലെ. ആർട്ടിക്കിൾ 16 ഏതാണ്? ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഏർപ്പെടുത്തിയത് ആർട്ടിക്കിൾ 16 ആണ്. ആർട്ടിക്കിൾ 17 ആണ് അയിത്തം, തൊട്ടുകൂടായ്മ, ഇതൊക്കെ ആർട്ടിക്കിൾ 17 ആണ്. 18 ബഹുമതികൾ നിർത്തലാക്കലാണ് 18. 19 എന്തായിരുന്നു? 19 നമ്മളിപ്പോ പഠിച്ചു. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത് 19 ആണ്. 19(1)(a) വിവരാവകാശമൊക്കെ ഏതിലാന്ന് ചോദിക്കാറില്ലേ? നല്ലൊരു ക്വസ്റ്റ്യൻ. വിവരാവകാശം അഭിപ്രായ സ്വാതന്ത്ര്യത്തില. 19(1)(a). 19(1)(b) എന്ന് പറഞ്ഞാൽ എന്താ? ഈ സമാധാനപരമായി ഒത്തുകൂടുക. 19(1)(b) സമാധാനപരമായി ഒത്തുകൂടുക. 1(c) ആണ് അവരെ ഒത്തുകൂടിയിട്ട് സംഘടനകൾ രൂപീകരിക്കണം, പിന്നെ സഞ്ചരിക്കണം, പിന്നെ സഞ്ചരിച്ചിട്ട് അവിടെ എല്ലാം താമസിക്കണം, പിന്നെ ഇഷ്ടമുള്ള ജോലി സ്വീകരിക്കണം. അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഒന്ന് എടുത്ത് പഠിച്ചു വെച്ചിരിക്കണേ. ആർട്ടിക്കിൾ 20 ഈ കുറ്റം ചെയ്തവർക്കുള്ള നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 21 നിങ്ങൾക്കറിയാം ഏതാ? ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യവും 21. 21(a) എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയതാണ് 21(a) എന്ന് വെച്ച്. 22 നിങ്ങൾക്കറിയാം എന്താണ്? കരുതൽ തടങ്കൽ. കരുതൽ തടങ്കൽ 22. 23 എന്താ? 23 ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം അടിമത്തം, മനുഷ്യക്കടത്ത്, ഇതൊക്കെ നമ്മൾ എടുത്ത് ചോദിച്ചാൽ 23 ആണ് പറയേണ്ടത്. 24 ബാലവേലയാണെന്ന് അറിയാം അല്ലെ? 24. 25 ഏതാ? 25 മുതൽ 28 വരെ മതത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. മതം പ്രചരിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 26 ഈ മതസംഘടനകളെ നികുതികളിൽ നിന്നും ഒഴിവാക്കുന്നത് അല്ല. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ് 26. 27 മതസംഘടനകളെ നികുതികളിൽ നിന്നും ഒഴിവാക്കുക. പിന്നെ 28 ചില പ്രത്യേക സ്ഥാപനങ്ങളിൽ മതപരമായ ആരാധനകൾ നടത്താം എന്നുള്ളതാണ് 28 പറയുന്നത്. 29, 30 ചൂഷണവുമായി ബന്ധപ്പെട്ടത് അല്ലെ. ചൂഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സാംസ്കാരിക ചൂഷണമല്ല. 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങൾ, ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 29. 30 അവർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ നല്ലോണം എടുത്തു വെച്ചൊന്ന് പഠിച്ചേക്കണം. ഞാൻ എന്റെ ഓർമ്മയിൽ വന്നത് ഇപ്പൊ ഓരോന്നായിട്ട് ഒന്ന് പറഞ്ഞു നോക്കിയത്. അപ്പം മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് വിളിക്കുന്നത് ആർട്ടിക്കിൾ 19, അടിത്തറ 21, മൗലികാവകാശങ്ങളിൽ മൗലികമായത് ആർട്ടിക്കിൾ 32. സുവർണ ത്രികോണം ഏതൊക്കെയാ? ആർട്ടിക്കിൾ 14, 19, 21. 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യ, 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച്, 21 ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അത്രയാണ്. കൂടുതൽ എഴുതിയില്ല, കുറച്ച് എഴുതിയിട്ടുള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 10-20 മിനിറ്റ് റിവിഷൻ ആവട്ടെ എന്ന് വെച്ചാണ് ഞാൻ കൊണ്ടുവന്നത്. റിവിഷനുമായിട്ട് വീണ്ടും വരാം, കുറെ നല്ല കാര്യങ്ങളുമായിട്ട്. പിന്നെ ഒത്തിരി യൂണിവേഴ്സിറ്റി LGSകാർക്ക് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിന്റെയും കൂടെ ഒരു തിരക്കായതുകൊണ്ടാണ് റിവിഷൻ. അടുത്ത ക്ലാസ്സിൽ കുറച്ച് കൂടുതൽ റിവിഷനുമായിട്ട് ഞാൻ വരാം. കുറെ നല്ല കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.